കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവേ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന് ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷി നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗവും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗവുമാണ് വായിച്ചു കേട്ടത്. ഒന്നാം വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ്. മർദ്ദകനായ സാവൂൾ രക്ഷകനായ പൗലോസിനായി മാറുന്ന ഒരു നിമിഷത്തെപ്പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഉത്തിതനായ യേശുവിൻ്റെ അനുഭവത്തിൽ കടന്നു ചെല്ലുന്നതിന് ശേഷമാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി പീഡകൾ അനുഭവിക്കുന്നവനായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞത്. ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് എന്ന് പൗലോസ് ശ്ലീഹായിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല, അല്ലേ? ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതോ നേടുന്നതായിട്ടുള്ള ഒന്നുമല്ല. ഇതുതന്നെയാണ് പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവായ ഈശോ പത്രോസ് ശ്ലീഹായ്ക്ക് ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുത്തുകൊണ്ട് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് നിയോഗിച്ചെങ്കിലും ആ ആത്മീയ ജീവിതം, ആ ദൗത്യം അവിടെ പൂർണ്ണമാകുന്നില്ല. പിന്നെയും പത്രോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരേണ്ട നിമിഷങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ യോഹന്നാനെ പറ്റി ചോദിക്കുന്നുണ്ട്, അവൻ്റെ കാര്യം എന്ത് എന്നവിടെ പോലും ബലഹീനതകൾ കടന്നു വരികയാണ്. മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ കടന്നു വരികയാണ്. ഇതിൻ്റെ മുമ്പത്തെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ശിമിയോൻ പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 പ്രാവശ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈശോ ചോദിക്കുന്നുണ്ട്. അത് പത്രോസിനെ പരിഹസിക്കുവാനോ കുറച്ചു കാണുവാനോ അല്ല, മറിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ അവൻ്റെ സ്ഥാനം സ്ഥിരീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. പത്രോസിൻ്റെ ആ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും അതിനേക്കാൾ അധികമായിട്ട് പത്രോസ് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ 3 പ്രാവശ്യം ശിമോൻ പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അനുഗമിക്കുക, ഞാൻ പറഞ്ഞ വാക്കുകൾ നീ അനുസരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം, സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ലഭിച്ചെങ്കിൽ അത് അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ നമ്മളെപ്പോഴും ഈ ഒരു യാത്രയിൽ തുടരേണ്ടവരാണ്. ബലഹീനതകളുണ്ടാവും, കുറവുകളുണ്ടാവും, വീഴ്ചകളുണ്ടാവും. നമ്മൾ അവസാനം വരെ
നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അവസാനം വരെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളിലും എല്ലാം നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. പരിശുദ്ധ അമ്മയും നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഗബ്രിയേൽ ദൂതൻ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്നും ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ പേര് ഇമ്മാനുവലാണ്, ഈശോ എന്ന് പേരിടുമെന്ന് പറയുമ്പോഴും അത് അവിടെ കൊണ്ട് അവസാനിച്ച് പരിശുദ്ധ അമ്മ അവിടെ ഇരിക്കുകയല്ലായിരുന്നു. മറിച്ച് അവസാനം വരെ ഈശോ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്നും വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മളെന്നും ഈശോയിൽ കുറച്ചും കൂടെ അധികമായിട്ട് വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഓരോ വീഴ്ചയും ഓരോ ബലഹീനതയും കുറച്ചും കൂടെ അധികമായിട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കേണ്ട ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് കരുതാം. അതുകൊണ്ടാണ് പത്രോസ് ലീഹായ്ക്ക് രക്തസാക്ഷിയായി മാറുവാനായിട്ട് സാധിച്ചത്. ബലഹീനൻ ആയിരുന്നു എങ്കിൽ പോലും ആ വിശ്വാസത്തിൽ ദൈവമായിട്ടുള്ള ഈശോയായിട്ടുള്ള ബന്ധത്തിൽ വളർന്നപ്പോൾ സ്വയം ജീവിതം പോലും ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അർപ്പിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് നീരോ ചക്രവർത്തിയുടെ ഭരണത്തിൽ തല കീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടുകൊണ്ടാണ് പത്രോസ് ലീഹ മരിച്ചത്, രക്തസാക്ഷിയായത്. നേരെ ഈശോയെ പോലെ മരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ലീഹ തല കീഴായി കുരിശിൽ തറച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈ സ്ലീഹന്മാരെ പോലെ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ആത്മീയമായിട്ട് എന്നും വളരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ അവസാനമായിട്ട് കർത്താവിനെ നമ്മൾ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരുടെയും ദൈവവിളി വ്യത്യസ്തത ഉള്ള ഒരു വിളിയാണെന്ന് ഓർക്കുക. എല്ലാവരുടെയും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് പത്രോസ് ലീഹായോട് ഈശോ ഇപ്രകാരം പറയുന്നത്, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുമായിട്ട് നമ്മൾ തുലനം ചെയ്യാതെ, കമ്പയർ ചെയ്യാതെ, ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വിളികളിൽ നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഈശോയുടെ ആത്മാർത്ഥ അനുയായികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ തട്ടിച്ചു നോക്കി നിരാശപ്പെടാതെ ഓരോരുത്തരുടെയും നമ്മുടെ വിളികളെ, വ്യത്യസ്തമായിട്ടുള്ള വിളികളെ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ആ വിളിയിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് ഈ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.